എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഉദയം മലയാളം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രാർത്ഥനാ ചടങ്ങിന്റെ സംഘാടകൻ അറസ്റ്റിലായത് ആൾദീപം ഭോലെ ബാബയുടെ അടുത്ത അനുയായി ദേവ് പ്രകാശ് മധുക്കർ. ഭോലെ ബാബയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുന്നറിയിപ്പ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജാഗ്രതയിൽ. രോഗം സ്ഥിരീകരിച്ച 14-കാരന്റെ നില തൃപ്തികരം. 2 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 4 കേസുകൾ. BSP തമിഴ്നാട് അധ്യക്ഷൻ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം അന്വേഷിക്കുവാൻ 10 പ്രത്യേക സംഘങ്ങൾ. കൊലപാതകത്തെ അപലപിച്ച BSP അധ്യക്ഷ മായാവതി. ആംസ്ട്രോങ്ങിനെ 6-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രി. യൂറോ കപ്പിൽ ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനൽ. പോർച്ചുഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഫ്രാൻസ് കീഴടക്കിയത്. അവസാന യൂറോ കപ്പിന് ഇറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ടൂർണമെന്റിൽ 1 ഗോൾ പോലും നേടാതെ മടങ്ങി. യൂറോ കപ്പിൽ സെമി ലൈനപ്പ് ഇന്നറിയാം. ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് ഇന്ന് സ്വിറ്റ്സർലൻഡിനെ നേരിടും. മത്സരം രാത്രി 9:30. നെതർലൻഡ്സിന് തുർക്കി എതിരാളികൾ. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം വൈകിട്ട് 4:30 ഹരാരെയിൽ. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ യുവനിര ഇറങ്ങും.